തന്നെ കടന്നുപിടിച്ചത് ഗവൺമെന്റ് ലീഡർ ധനേഷ് മാത്യു മാഞ്ഞൂരാൻ തന്നെയെന്ന് പരാതിക്കാരിയായ യുവതിയുടെ വെളിപ്പെടുത്തൽ കേസെടുത്തപ്പോൾ തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തി. തെറ്റ് ചെയ്തയാളെ സംരക്ഷിക്കാൻ ഒരു വിഭാഗം അഭിഭാഷകർ ശ്രമിക്കുന്നു. ധനേഷ് മാത്യു മാഞ്ഞൂരാന്റെ അച്ഛനും അമ്മയും ഭാര്യയും തന്നെ വന്നു കണ്ടിരുന്നു. പരാതി പിൻവലിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. തനിക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ടെന്നും യുവതി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. നടന്നത് ഞാൻ ഒരു 7:30 മണി കഴിയുമ്പോഴാണ് ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങി. 7 മണിയായിരുന്നു അപ്പോഴേ ഇറങ്ങിയത്. അപ്പോൾ നടന്ന് കനാൽ റോഡിൽ കൂടി നടന്നു വരികയായിരുന്നു. നടന്നു വരുമ്പോൾ അവിടെ സെമിത്തേരി കഴിഞ്ഞിട്ട് സെന്റ് ജോസഫ് കോളേജിന്റെ അങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു കാർ എടുക്കുന്നുണ്ട്. ഒരാൾ അവിടെ കൂടി നടന്നു വരുന്നുണ്ട്. അപ്പോൾ അയാൾ നടന്നു പോകാൻ വേണ്ടി ഞാൻ സൈഡിലോട്ട് ഇങ്ങനെ ഒതുങ്ങിയിരുന്നു. പോയ പോക്കിന് അയാൾ എൻ്റെ മേത്തേറി പിടിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്നിട്ട് കൈ തട്ടി മാറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ കൂളായിട്ട് നടക്കുന്നു. അപ്പോൾ ഒരൊറ്റ ആൾക്കാർ അവിടെ ഇല്ല. അപ്പോൾ ഞാൻ വേദന കള്ളൻ പറഞ്ഞ ഒച്ചെടുത്ത് എനിക്കെന്ത് പറഞ്ഞു പിടിച്ചു കള്ളനാണ് പിടിച്ചു എന്ന് ഒച്ചെടുത്തപ്പോൾ ഇയാൾ ഓടി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എക്സ്പ്ലെയിനറിന്റെ ഫ്രണ്ടിൽ കുറച്ച് പെൺകുട്ടികൾ നിൽപ്പുണ്ട്. അപ്പോൾ സ്റ്റോപ്പാണല്ലോ, പക്ഷെ സ്റ്റോപ്പിൽ നിന്നതല്ല, കുറച്ചുകൂടി നീങ്ങായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഓടുന്നുണ്ട്, അവർ നോക്കുന്നുണ്ട്. ഞാനും പുറകെ ഓടി, ഇയാളുടെ പുറകെ ഓടി. ഒരു കാറ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കാറുകാരൻ ഇങ്ങനെ ഓടണം എന്താണ് ഒച്ചയോടെ അയാൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു കള്ളനാണ്, വിടല്ലേ പിടിച്ചോട്ടാന്ന് പറഞ്ഞു. ആൾ വിടല്ലേ എന്ന് പറഞ്ഞു. കാറുകാരൻ പുറകെ പോയി. അപ്പോൾ ഇയാൾ എക്സ്പ്ലെയിനറിന്റെ ഉള്ളിലേക്ക് ഓടിക്കേറി. അപ്പൊ ആ പെൺകുട്ടികൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇയാൾ കള്ളനാണ്, വിടല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആൺകുട്ടികൾ ഇയാളുടെ പുറകെ ഓടി. അങ്ങനെ അവരാണ് ആദ്യം പിടിച്ചത്. യുവതിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇതിന്റെ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷിലേക്ക് എത്താം. അതിനു മുൻപ് തന്നെ അന്ന് നടന്ന സംഭവങ്ങളെ യുവതി വിശദീകരിക്കുന്നത് അതിലേക്ക് ഒരിക്കൽ കൂടി. ഗവൺമെന്റ് ലീഡർ ധനേഷ് മാത്യു മാഞ്ഞൂരാൻ തന്നെ കടന്നുപിടിച്ചത് എന്നതായിരുന്നു യുവതി നൽകിയിരുന്ന പരാതി. അവർ അന്നത്തെ സംഭവങ്ങൾ അവർ വിശദീകരിക്കുന്നു. അതിലേക്ക് അന്ന് നടന്നത് ഞാൻ ഒരു 7:30 മണി കഴിയുമ്പോഴാണ് ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങി. 7 മണിയായിരുന്നു അപ്പോഴേ ഇറങ്ങിയത്. അപ്പോൾ നടന്ന് കനാൽ റോഡിൽ കൂടി നടന്നു വരികയായിരുന്നു. നടന്നു വരുമ്പോൾ അവിടെ സെമിത്തേരി കഴിഞ്ഞിട്ട് സെന്റ് ജോസഫ് കോളേജിന്റെ അങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു കാർ എടുക്കുന്നുണ്ട്. ഒരാൾ അവിടെ കൂടി നടന്നു വരുന്നുണ്ട്. അപ്പോൾ അയാൾ നടന്നു പോകാൻ വേണ്ടി ഞാൻ സൈഡിലോട്ട് ഇങ്ങനെ ഒതുങ്ങിയിരുന്നു. പോയ പോക്കിന് അയാൾ എൻ്റെ മേത്തേറി പിടിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്നിട്ട് കൈ തട്ടി മാറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ കൂളായിട്ട് നടക്കുന്നു. അപ്പോൾ ഒരൊറ്റ ആൾക്കാർ അവിടെ ഇല്ല. അപ്പോൾ ഞാൻ വേദന കള്ളൻ പറഞ്ഞ ഒച്ചെടുത്ത് എനിക്കെന്ത് പറഞ്ഞു പിടിച്ചു കള്ളനാണ് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഒച്ചെടുത്തപ്പോൾ ഇയാൾ ഓടി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എക്സ്പ്ലെയിനറിന്റെ ഫ്രണ്ടിൽ കുറച്ച് പെൺകുട്ടികൾ നിൽപ്പുണ്ട്. അപ്പോൾ സ്റ്റോപ്പാണല്ലോ, പക്ഷെ സ്റ്റോപ്പിൽ നിന്നതല്ല, കുറച്ചുകൂടി നീങ്ങായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഓടുന്നുണ്ട്, അവർ നോക്കുന്നുണ്ട്. ഞാനും പുറകെ ഓടി, ഇയാളുടെ പുറകെ ഓടി. ഒരു കാറ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കാറുകാരൻ ഇങ്ങനെ ഓടണം എന്താണ് ഒച്ചയോടെ അയാൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു കള്ളനാണ്, വിടല്ലേ പിടിച്ചോട്ടാന്ന് പറഞ്ഞു. ആൾ വിടല്ലേ എന്ന് പറഞ്ഞു. കാറുകാരൻ പുറകെ പോയി. അപ്പോൾ ഇയാൾ എക്സ്പ്ലെയിനറിന്റെ ഉള്ളിലേക്ക് ഓടിക്കേറി. അപ്പോൾ ആ പെൺകുട്ടികൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇയാൾ കള്ളനാണ്, വിടല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആൺകുട്ടികൾ ഇയാളുടെ പുറകെ ഓടി. അങ്ങനെ അവരാണ് ആദ്യം പിടിച്ചത്. യുവതിയുടെ വാക്കുകൾ തന്നെയാണ് നമ്മൾ കേട്ടത്. ഒരു ഭാഗത്ത് ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെയുള്ള ഒരു പ്രചരണം നടത്താനുള്ള ഒരു ശ്രമം, അതിനൊക്കെ പിന്നാലെയാണ് യുവതി മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതായി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയത്. ഇതിനുള്ള തുടർച്ചെന്നോണമാണ് അന്ന് സംഭവിച്ച കാര്യം യുവതി വ്യക്തമാക്കുന്നത്. ഉമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, യുവതി പറഞ്ഞ കാര്യങ്ങൾ അന്നത്തെ സംഭവം സംബന്ധിച്ച്. സൗമ്യ, ജൂലൈ 14 രാത്രി നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പരാതിക്കാരിയായ യുവതി വിശദീകരിച്ചിരിക്കുന്നത്. തന്നെ ഗവൺമെന്റ് ലീഡർ കടന്നുപിടിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിരിക്കുന്നു അവർ. അതിനുശേഷം നടന്ന സംഭവങ്ങളാണ് അവർ പിന്നീട് വിശദീകരിച്ചത്. ഇത്തരത്തിൽ ഗവൺമെന്റ് ലീഡർ ധനേഷ് മാത്യു മാഞ്ഞൂരാൻ തന്നെ കടന്നു പിടിച്ചപ്പോൾ ആദ്യം അത് ആരാണെന്ന് അറിയില്ല, പിന്നീട് നാട്ടുകാരും മറ്റുള്ളവരും ചേർന്നാണ് പിടികൂടിയത്. ഇതിനുശേഷം താൻ തന്നെയാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത് എന്നും യുവതി സമ്മതിച്ചിട്ടുണ്ട്. ഈ പോലീസിനെ വിളിച്ചു വരുത്തിയ ശേഷം ഗവൺമെന്റ് ലീഡറെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോവുകയുണ്ടായി. ഇതിനുശേഷം അന്ന് സംഭവത്തിന് പിറ്റേന്നാൾ, അതായത് ജൂലൈ 15-ാം തീയതി രാവിലെ 9:30-ഓടെ ധനേഷ് മാത്യു മാഞ്ഞൂരാന്റെ പിതാവ് അടക്കമുള്ള ബന്ധുക്കൾ ഈ പരാതിക്കാരിയെ കാണാനായി ഇവരുടെ വീട്ടിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ പരാതിക്കാരിയായ യുവതിയോട് പലതവണ ആവശ്യപ്പെട്ടു, അതായത് ജാമ്യം കിട്ടാൻ സഹായിക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. എങ്ങനെയെങ്കിലും ജാമ്യം കൊടുക്കാൻ സഹായിക്കണം, അതിന് ആളെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് എഴുതി ഒപ്പിട്ട് തരാൻ ആവശ്യപ്പെട്ടു എന്നാണ് യുവതി പറഞ്ഞത്. എന്നാൽ കൃത്യമായി തിരിച്ചറിഞ്ഞതാണ്, അത്തരത്തിലൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പരാതിക്കാരിയായ ഇവർ പറഞ്ഞെങ്കിലും അവർ താണുകയാണ് അപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ധനേഷ് മാത്യു മാഞ്ഞൂരാന്റെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിൽ പല കാര്യങ്ങളും പറഞ്ഞ് ഇവരെ സമ്മർദ്ദത്തിലാക്കി എങ്ങനെയെങ്കിലും ഒപ്പിട്ട് കൊടുക്കണമെന്ന് നിർബന്ധിക്കുകയാണ് ചെയ്തത് എന്ന് പറയുകയുണ്ടായി. പകരമായി
എന്റെ മകൻ തെറ്റ് ചെയ്തു എന്ന് വെള്ള പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് തരാമെന്ന് ധനേഷ് മാത്യു മാഞ്ഞൂരാന്റെ പിതാവ് പറഞ്ഞു എന്നും പറഞ്ഞു. ഇപ്പോൾ ശ്രീ അജിത് കുമാർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലേക്ക് ചേരുന്നുണ്ട്. പക്ഷെ താങ്കൾക്ക് കൂടി ആ വാക്കുകൾ കേൾക്കുന്നതിലേക്കായി യുവതിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി സംപ്രേഷണം ചെയ്യുകയാണ്. അന്നത്തെ ആ സംഭവം എന്താണ് നടന്നത്? ഗവൺമെന്റ് ലീഡർ ധനേഷ് മാത്യു മാഞ്ഞൂരാൻ തന്നെ കടന്നുപിടിക്കുകയായിരുന്നു എന്ന് വ്യക്തമായി ആ യുവതി പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലേക്ക് ഒരിക്കൽ കൂടി പോയ ശേഷം എത്താം. അന്ന് നടന്നത് ഞാൻ ഒരു 7:30 മണി കഴിയുമ്പോഴാണ് ജോലി സ്ഥലത്ത് നിന്ന് 7 മണി ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നടന്ന് ആ കനാലോട് കൂടി നടന്നു വരികയായിരുന്നു. നടന്നു വരുമ്പോൾ അവിടെ സെമിത്തേരി കഴിഞ്ഞിട്ട് സെന്റ് ജോസഫ് കോളേജിന്റെ അങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു കാർ എടുക്കുന്നുണ്ട്. ഒരാൾ അവിടെ കൂടി നടന്നു വരുന്നുണ്ട്. അപ്പോൾ അയാൾ നടന്ന് പോകാൻ വേണ്ടി ഞാൻ സൈഡിലോട്ട് ഇങ്ങനെ ഒതുങ്ങിയിരുന്നു. പോയ പോക്കിന് അയാൾ എൻ്റെ മേത്ത് കയറി പിടിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്നിട്ട് കൈ തട്ടി മാറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ കൂളായിട്ട് നടക്കുന്നു. അപ്പോൾ ഒരൊറ്റ ആൾക്കാർ അവിടെ ഇല്ല. അപ്പൊ ഞാൻ വേദന കള്ളൻ എന്ന് പറഞ്ഞാൽ ഒച്ചെടുത്ത് എനിക്കെന്ത് പറഞ്ഞു പിടിച്ചോ കള്ളനാണ് പിടിച്ചു ഒച്ചെടുത്തപ്പോൾ ഇയാൾ ഓടി. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എക്സ്പെരിയന്റെ ഫ്രണ്ടിൽ കുറച്ച് പെൺകുട്ടികൾ നിൽപ്പുണ്ട്. അപ്പോൾ സ്റ്റോപ്പാണല്ലോ. പക്ഷെ സ്റ്റോപ്പിൽ നിന്നതല്ല, കുറച്ചുകൂടി നീങ്ങായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഓടുന്നിട്ട് അവർ നോക്കുന്നുണ്ട്. ഞാനും പുറകെ ഓടി, ഇയാളുടെ പുറകെ ഓടി. ഒരു കാറ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ കാറുകാരൻ ഇങ്ങനെ ഓടണം എന്താണ് ഒച്ചയോടെ അയാൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു കള്ളനാണ് വിടല് പിടിച്ചോട്ടാന്ന് പറഞ്ഞു. ആള് വിടല്ലേ എന്ന് പറഞ്ഞു. കാറുകാരൻ പുറകെ പോയി. ഇയാൾ എക്സ്പെരിയന്റെ ഉള്ളിലേക്ക് ഓടിക്കേറി. അപ്പൊ ആ പെൺകുട്ടികൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇയാൾ കള്ളനാണ് വിടല്ലേന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആൺകുട്ടികൾ ഇയാളുടെ പുറകെ ഓടി. അങ്ങനെ അവരാണ് ആദ്യം പിടിച്ചത്. യെസ്, ശ്രീ അജിത് കുമാറിലേക്ക് തന്നെ പോവുകയാണ്. ഒരുപക്ഷെ ആ യുവതി ഇപ്പോഴും ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുതന്നെയാണ് കേസിന്റെ ഏറ്റവും സുപ്രധാനമായ വിഷയമെന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് തുടർന്നിങ്ങോട്ട് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രകോപനപരമായ വിഷയങ്ങൾ, പിന്നീട് അതിനിടയിൽ ഇയാൾ തന്നെ ആ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയ കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ആ യുവതി വ്യക്തമാക്കുന്നതനുസരിച്ച് ധനേഷിന്റെ അച്ഛനും അമ്മയും ഭാര്യയും അടക്കം ചെന്ന് ആ കേസ് പിൻവലിക്കണമെന്ന യുവതിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീതി ലഭിക്കണം, അതുകൊണ്ട് തന്നെയാണ് താൻ കേസുമായി മുന്നോട്ട് പോകുന്നത് എന്നൊരു കാര്യം കൂടിയാണ് യുവതി പറയുന്നത്. പക്ഷേ ഈ ഒരു വാക്കുകൾ, അവരുടെ വാക്കുകൾ കൂടി അന്നത്തെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വരുമ്പോൾ ശ്രീ അജിത് കുമാർ, സത്യത്തിൽ അഭിഭാഷക ലോകം ഈ മാഞ്ഞൂരാനെ തള്ളി പറയേണ്ടതാണ്. അല്ലാതെ മാഞ്ഞൂരാനെ പോലെയുള്ള വൃത്തിഹീനർക്ക് വേണ്ടി വാദിക്കുകയല്ല അഭിഭാഷക ലോകം പുറത്തു ചെയ്യേണ്ടത്. ഏത് ക്രിമിനൽ കേസ് പ്രതിക്കും ഏത് കുറ്റവാളിക്കും വേണ്ടി കോടതിക്കുള്ളിൽ വാദിക്കാം. അതവരുടെ ധർമ്മമാണ്, അവരുടെ ജോലിയാണ്. എന്നാൽ സ്ത്രീകളെ അപമാനിക്കുന്ന, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഇതുപോലെയുള്ള മാഞ്ഞൂരാനെ പോലുള്ള അഭിഭാഷകർക്ക് വേണ്ടി സമരം ചെയ്യുകയും അത് പുറത്തു പറഞ്ഞ് അതല്ല കാരണമെന്ന് പുറത്തു പറഞ്ഞുകൊണ്ട് അകത്ത് അതിനുവേണ്ടി വാദിക്കുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്ത അഭിഭാഷകർ സത്യത്തിൽ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടതാണ്. അഭിഭാഷകരെ ഒന്നടക്കം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. മാഞ്ഞൂരാനെ സപ്പോർട്ട് ചെയ്യുന്ന അഭിഭാഷക ലോകത്തിന് അപമാനമാണ്. ഇപ്പോൾ സംഗതി വ്യക്തമാണ്. നേരത്തെ ഒരു ദൃക്സാക്ഷിതനെ നിങ്ങളുടെ ചാനലിൽ വന്ന് പറഞ്ഞിരുന്നു, അയാളെ ഓടിച്ചിട്ട് പിടിച്ചത് ഞങ്ങളാണ്. പോലീസ് വന്നപ്പോൾ സല്യൂട്ട് ചെയ്തു, ഓച്ചാരിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ അംഗീകാരത്തോടെ നിൽക്കുന്നു കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ അവിടെ വിട്ടുപോയിരുന്നു. അപ്പൊ പോലീസിനെ സ്വാധീനിക്കാൻ ഈ തരത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ആ സ്ത്രീയെ, ആ യുവതിയെ സത്യത്തിൽ അഭിനന്ദിക്കണം. കാരണം അവർ ഈ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സ്ത്രീയുടെ ആത്മാഭിമാനത്തിന് വേണ്ടി അവർ ശബ്ദം ഉയർത്തി എന്നുള്ളത് അവരെ അഭിനന്ദിക്കണം. അതുകൊണ്ട് ഇത്ര നാളും മാഞ്ഞൂരാന് വേണ്ടി പറഞ്ഞവരൊക്കെ തെറ്റ് ഉൾക്കൊള്ളണം. അവർ നിലപാട് തിരുത്തണം. നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന അവസ്ഥ വരണം. അല്ലാതെ മാഞ്ഞൂരാനെ പോലെയുള്ള വൃത്തിഹീനർക്ക് വേണ്ടി കോടതിയെ ബന്ദിയാക്കുകയും പത്രക്കാരുടെ മേക്കിട്ട് കയറുകയും ഒക്കെ ചെയ്യുന്നതല്ല. ഇതൊക്കെ കെ രാംകുമാർ സാറിനെ പോലെയുള്ള ഉന്നത ശിഷ്യരായ അഭിഭാഷകർക്ക് കണ്ണു തുറപ്പിക്കാൻ കാരണമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്, അവിടെയാണ് ഇവിടെ ഇപ്പോൾ ഈ യുവതി പറഞ്ഞത് പ്രകാരം ആ സംഭവം നടന്ന ആ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ, വലിയ വെട്ടമൊന്നുമില്ലായിരുന്നു സന്ധ്യാസമയമായതുകൊണ്ട്. പക്ഷേ അതിന് തൊട്ട് ഓപ്പോസിറ്റുള്ള കടകൾ തുറന്നിരിക്കുകയാണ്, നിരവധി ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഇങ്ങനെ കടന്നു പിടിച്ചത്. ഒരുപക്ഷെ ഒരു മാനസിക രോഗമുള്ള ആൾക്ക്, ഒരുപക്ഷെ അങ്ങനെ പറയുന്നത് പോലും ശരിയല്ലെന്ന് തോന്നുന്നു, ആ വിധത്തിലുള്ള വൈകൃതങ്ങളുള്ള ആൾക്കെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അവരുമായി മുൻപരിചയമില്ലെങ്കിൽ എന്തൊരു മാനസികാവസ്ഥയാണ്. അയാൾ മാനസിക രോഗി തന്നെയാണ്, ഒരു സംശയമില്ല. മനോരോഗത്തിന് ചികിത്സയാണ് അദ്ദേഹത്തിന് നൽകേണ്ടത്. അങ്ങനെ എത്രയോ മനോരോഗികൾ ഈ രാജ്യത്ത് കാണും. അവരെയൊക്കെ ചികിത്സയ്ക്ക് വിധേയമാക്കണം. അതാണ് ആദ്യമായി ചെയ്യേണ്ടത്. സ്ത്രീ സുരക്ഷയിൽ ആദ്യത്തെ ചെയ്യേണ്ടത് രാജ്യത്തെ ഇതുപോലെയുള്ള വൈകൃത സ്വഭാവമുള്ള മനോരോഗികളെ ചികിത്സയ്ക്ക് വിധേയമാക്കുകയാണ്. ഇക്കാര്യത്തിൽ അഭിഭാഷകർ സത്യത്തിൽ ഇതിനുവേണ്ടി പോരാടിയ, ഇതിനുവേണ്ടി ശബ്ദം ഉയർത്തിയ അഭിഭാഷകർ
ഒന്നടങ്കം ഇതിനെ അപലപിച്ചുകൊണ്ടെങ്കിലും രംഗത്ത് വരണം. എങ്കിലേ ആ സമൂഹത്തിന് ഒരു മാന്യത ലഭിക്കുകയുള്ളൂ. അഭിഭാഷക ലോകത്തിനാകെ കളങ്കമാണ് മാഞ്ഞൂരാനും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത അഭിഭാഷകരും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യെസ്, ഞാൻ തിരികെ എത്താം. ശ്രീ അജിത് കുമാർ, അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി തന്നെ അറിയാവുന്നതാണ്. യുവതി അവരുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ അവർ അന്ന് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു പറയുന്നു. അത് കൃത്യമായി അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ച് തനിക്ക് നീതിയാണ് ആവശ്യമെന്ന് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവരുടെ വാക്കുകൾ കൂടി പുറത്തു വരുന്നത്. ശ്രീ ജയശങ്കർ, തീർച്ചയായിട്ടും അവർക്ക് നീതി ലഭിക്കേണ്ടത് ഒരു ആവശ്യമാണ്. കാരണം നിരാലംബയായ ഒരു സ്ത്രീ കുടുംബം പുലർത്താൻ വേണ്ടി സന്ധ്യസമയത്ത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സ്ത്രീയെ കയറി പിടിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഒരു കാരണവശാലും നമുക്ക് അനുവദിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യമല്ല. അതും ഒരു അഭിഭാഷകൻ, നിയമവും നീതിയും പാലിക്കാൻ ബാധ്യസ്ഥനായ ഒരാൾ, അതും സർക്കാർ അഭിഭാഷകൻ, കുറെ കൂടി ഉത്തരവാദിത്വമുള്ള ഒരാൾ ഇങ്ങനെ പൊതുനിരത്തിൽ വെച്ച് ഒരു സ്ത്രീയോട് മാന്യമായും അപമര്യാദയായി പെരുമാറുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് തീർച്ചയായിട്ടും അവർക്ക് നീതി ലഭിക്കണം. അതിപ്പോ അഭിഭാഷകനല്ല ന്യായാധിപനാണെങ്കിൽ പോലും ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം. അവിടെ ഒരുപക്ഷെ ശ്രീ ജയശങ്കർ, ഈ സംഭവം ഉണ്ടായ ഉടനെ ഒരുപക്ഷെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ധനേഷ് പറഞ്ഞതുപോലെ തന്നെ, ധനേഷ് ആരോപിച്ചിരുന്നത് പോലെ ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നോ അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ഒരുപക്ഷെ അഭിഭാഷകർക്കിടയിൽ ഉണ്ടാകാം. പക്ഷെ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ സുതാര്യമായിരിക്കുകയാണ്. ദൃക്സാക്ഷിയുണ്ട്, അയാൾ കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട്. പലരും അവിടെ കണ്ടുവന്നവർ പലരും മൊഴി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ യുവതിയും ഈ മൊഴിയിലൊക്കെ ഉറച്ചു നിൽക്കുന്നു. ഒരുപക്ഷെ കാര്യങ്ങൾ തിരുത്തപ്പെടേണ്ട സമയമായിട്ടില്ലേ അഭിഭാഷകരുടെ നിലപാടുകളിൽ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ആദ്യം മുതലേ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരിക്കലും ഈ അഭിഭാഷകനെ ന്യായീകരിച്ചിട്ടുമില്ല. മാത്രമല്ല, ഇങ്ങനെയുള്ള കേസുകളിൽ ഇപ്പൊ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ പോലും നിരപരാധിത്വം തെളിയിക്കേണ്ട കോടതിയിലാണ്, അല്ലാണ്ട് തെരുവിലല്ല. അല്ലെങ്കിൽ അഭിഭാഷക അസോസിയേഷൻ പ്രമേയം പാസ്സാക്കിയിട്ടല്ല ഒരാളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത്. ഞാൻ ആദ്യം മുതലേ വ്യത്യസ്തമായ ഒരു നിലപാട് എടുത്തിട്ടുള്ള ആളാണല്ലോ. എന്റെ ആദ്യത്തെ പ്രതികരണം കൈരളി പീപ്പിൾ ചാനലിൽ തന്നെ ആയിരുന്നു താനും. അതുകൊണ്ട് എനിക്ക് എന്റെ നിലപാടിൽ മാറ്റം വരുത്തേണ്ടതായിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഈ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിർഭയയുടെ കാര്യം പറയുന്നു, നമ്മൾ സൗമ്യയുടെ കാര്യം പറയുന്നു, നമ്മൾ പെരുമ്പാവൂർ ജിഷയുടെ കാര്യം പറയുന്നു, പ്രമേയങ്ങൾ പാസ്സാക്കുന്നു, സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പമുള്ള ഒരാൾ, നമ്മുടെ സഹപ്രവർത്തകൻ തെറ്റ് ചെയ്യുമ്പോൾ അയാളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു, അയാൾക്ക് വേണ്ടി പ്രമേയങ്ങൾ പാസ്സാക്കുന്നു, അയാൾക്ക് വേണ്ടി മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി അടികലശൽ ഉണ്ടാക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം താത്വികമായിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ഏതായാലും ഇതിൽ പങ്കുപറ്റിയ ആളല്ല. അതിന്റെ പേരിൽ എന്ത് നടപടി ഉണ്ടായാലും ശരി, നടപടി നേരിടാൻ തയ്യാറായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ഈ പാപഭാരത്തിൽ യാതൊരു പങ്കുമില്ല. ഒരുപക്ഷെ ആ വിഷയത്തിൽ താങ്കൾ അതിനെ വിലകൽപ്പിക്കുന്നത് പോലുമില്ല. ആ വിഷയത്തിൽ നടപടി എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയതുമാണ് താങ്കളുടെ വാക്കുകൾ. ഈ ഒരു ഘട്ടത്തിലും ഞാൻ ചോദിച്ചത്, ഈ ഒരു ഘട്ടത്തിലും കേസ് ഇത്ര വലിയ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു ഘട്ടത്തിലും കോടതിയിൽ പോലും കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു കേസ് പിൻവലിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല, വളരെ സ്ട്രോങ് ആയി തന്നെ കേസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നൊക്കെ. ഈ ഒരു ഇത്രയേറെ കാര്യങ്ങൾ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിയമത്തിന്റെ വഴിയിലേക്ക് പോകുക തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴിക്ക് പോകണം. നിയമം കുറ്റക്കാരനായ ആൾക്ക് കൃത്യമായ ശിക്ഷ, അയാൾ അർഹിക്കുന്ന ശിക്ഷ നൽകുക തന്നെ ചെയ്യണം. പക്ഷെ കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന കേസിനെ കുറിച്ച് ഇപ്പൊ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് ശരിയല്ല, ഒരു അഭിഭാഷകൻ എന്നുള്ള ആൾക്ക് ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഈ കേസിന്റെ മരണത്തെ കുറിച്ച് മാത്രമല്ല. അപ്പൊ ആ സ്ത്രീയുടെ മൊഴിയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിലുണ്ടായിരുന്നു. പോലീസ് കാര്യക്ഷമമായിട്ട് അന്വേഷിക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം പണവും പ്രതാപവും സ്വാധീനമുള്ള ആളുകൾ ഒരു വശത്തും സാധുക്കളായ ആളുകൾ, നിരാലംബരായ ആളുകൾ ഒരു ഭാഗത്തുമാകുമ്പോൾ തീർച്ചയായിട്ടും പോലീസിന്റെ സഹായം കിട്ടേണ്ടത് നിരാലംബരായ ആളുകൾക്കാണ്. ഞാൻ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെയും അവർക്ക് രാഷ്ട്രീയ പിൻബലം നൽകുന്ന സർക്കാരിനെയും തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു, അഭിനന്ദിക്കുന്നു. തീർച്ചയായും ഒരു സുസ്ഥിരമായ പ്രവൃത്തി തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അഭിഭാഷകനല്ല ആര് തന്നെ ആയാലും ശരി, കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ അവസരത്തിൽ നമ്മൾ സംസാരിച്ചതിന്. ശ്രീ അജിത് കുമാർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെറും ഒരു അഭിഭാഷകൻ, ഞാൻ അങ്ങനെയും പറയുന്നില്ല, അഭിഭാഷകർക്ക് അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ പോലുമല്ല, ഒരു ഗവൺമെന്റ് പ്ലീഡറാണ്. കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങളെ നിരീക്ഷിക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരാൾ കൂടിയാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവന്റെ ഗൗരവത്തോടു കൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമോ? ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനൊരു സംഭവം നടന്നിട്ടെന്നാണ് അഭിഭാഷകർ ആദ്യം പ്രചരിപ്പിച്ചത്. അതാണ് പ്രധാനം. മാറ്റാൻ അനുകൂലിക്കുന്ന അഭിഭാഷകർ ഹൈക്കോടതിയെ ബന്ധുക്കളാൽ പത്രക്കാരെ നേരിടുകയും ചെയ്യുന്ന സമയത്ത് തന്നെ
ഇങ്ങനൊരു സംഭവം നടത്തി മാഞ്ഞൂരാനാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ്, മാത്രമല്ല സ്ത്രീയെ അപമാനിക്കാൻ, യുവതിയെ അപമാനിക്കത്തക്ക തരത്തിലുള്ള പ്രചരണമാണ് അവർ നടത്തിയത്. അതാണ് കുറ്റകരം. ഇതിനേക്കാൾ കുറ്റകരം അതാണ്. അപ്പൊ അഭിഭാഷകരിലെ ഒരു ഭാഗം മാഞ്ഞൂരാനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ യുവതിയെ വൃത്തികെട്ട സ്ത്രീയായി ചിത്രീകരിക്കുകയും അതോടൊപ്പം തന്നെ ഇങ്ങനെ സംഭവമേ നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ് അഭിഭാഷക സമൂഹം ചെയ്ത ആദ്യത്തെ കുറ്റം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആകെ ഇവരെ അനുകൂലിച്ച ഈ കുറ്റകൃത്യങ്ങളെ അനുകൂലിച്ച അഭിഭാഷകർക്കാകെ തെറ്റാണ് പറ്റിയിരിക്കുന്നത്. ആ തെറ്റ് തിരുത്തുകയാണ് വേണ്ടത്. ബാർ അസോസിയേഷൻ ആയാലും അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ ആയിരുന്നാലും ഇക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് കാണിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ശ്രീ അജിത് കുമാർ, എനിക്ക് തോന്നുന്നു ഈ വിഷയങ്ങളിൽ പലപ്പോഴും ഒരുപക്ഷെ ഒരു ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്കോ ഈ നിലവിലെ വലിയ തർക്കങ്ങളിൽ അഭിഭാഷക വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നതിനുള്ള പരിമിതിയുണ്ട്. പക്ഷെ അതിനുമപ്പുറത്തേക്ക് നമ്മുടെ ജുഡീഷ്യറി തന്നെ എത്രത്തോളം ഇടപെട്ടിട്ടുണ്ട് എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ ഒരു വിഷയത്തിന്റെയൊക്കെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് കൂടി കടന്നു ചെന്ന്, അതായത് യഥാർത്ഥ വിഷയം എന്തെന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് കാര്യക്ഷമമായ ഒരു ഇടപെടൽ കൂടി നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ കോടതിയെ, ജുഡീഷ്യൽ സിസ്റ്റത്തെ അഭിഭാഷകർ പരാലൈസ് ചെയ്യിപ്പിച്ചില്ലേ, ബന്ദിയാക്കിയില്ലേ? ഇടയലേഖനം പോലെ ഇറക്കിയിട്ടാണല്ലോ ഇവർ നേരിട്ടത്. അതുകൊണ്ട് മാത്രമല്ല, കോഴിക്കോട്ടെ ഒരു സംഭവം, ഇതൊക്കെ ഇപ്പോൾ കൊച്ചിയിൽ നടന്നു, കൊല്ലത്ത് നടന്നു, അതൊക്കെ തീർന്നു എന്നിരിക്കട്ടെ. പക്ഷെ കോഴിക്കോട്ടൊരു സംഭവം ഉണ്ടായപ്പോൾ പോലും അതിനുള്ളിലും പത്രക്കാരെ പോലീസും തമ്മിലുള്ള ഒരു വിഷയമാണ്. അതിനകത്ത് പോലും അഭിഭാഷകർ ബാർ അസോസിയേഷൻ, അവിടുത്തെ അസോസിയേഷൻ ഇടപെട്ടിട്ട് എന്താ ചെയ്തത്? ഇതിനെല്ലാം കണക്ട് ചെയ്യുകയല്ലേ ചെയ്തത്. അപ്പോൾ ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ മാഞ്ഞൂരാന്റെ ആ സ്ത്രീയെ കടന്നു പിടിച്ചതാണ്. അങ്ങനെ സ്ത്രീകളെ കടന്നു പിടിക്കുന്ന അഭിഭാഷകരെ സംരക്ഷിക്കുകയാണ് ഇവിടുത്തെ ബാർ അസോസിയേഷന്റെ ജോലി, ഇവിടുത്തെ അഡ്വക്കേറ്റ്സ് അസോസിയേഷന്റെ ജോലി. എന്നിട്ട് ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകരടങ്ങിയ പ്രമാണിമാരിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക. എന്തില് കേരളമാകെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു അവസ്ഥയല്ലേ അത്? അതാണ് പ്രധാനം. വളരെ നന്ദി ശ്രീ അജിത് കുമാർ ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. ഏതായാലും ആ യുവതിയുടെ മൊഴി തന്നെയാണ്, വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജൂലൈ 14-ാം തീയതി അന്ന് വൈകുന്നേരം സംഭവിച്ചത് ധനേഷ് മാത്യു മാഞ്ഞൂരാൻ തന്നെ കടന്നു പിടിക്കുകയായിരുന്നു. കള്ളൻ ആണ് എന്ന് കരുതി താൻ ഉറക്കെ അലമുറയിട്ടപ്പോൾ ആളുകൾ കൂടി അയാളെ കടന്നു പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു എന്ന വ്യക്തമായ കാര്യങ്ങളാണ് യുവതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവരുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. നടന്നത് ഞാൻ ഒരു 7:30 മണി കഴിയുമ്പോഴാണ് ജോലി സ്ഥലത്ത് നിന്ന് 7 മണി ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നടന്ന് കനാൽ റോഡിൽ കൂടി നടന്നു വരികയായിരുന്നു. നടന്നു വരുമ്പോൾ അവിടെ സെമിത്തേരി കഴിഞ്ഞിട്ട് സെന്റ് ജോസഫ് കോളേജിന്റെ അങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു കാർ എടുക്കുന്നുണ്ട്. ഒരാൾ അവിടെ കൂടി നടന്നു വരുന്നുണ്ട്. അപ്പൊ അയാൾ നടന്നു പോകാൻ വേണ്ടി ഞാൻ സൈഡിലോട്ട് ഇങ്ങനെ ഒതുങ്ങിയിരുന്നു. പോയ പോക്കിന് അയാൾ എന്റെ മേത്തേറി പിടിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്നിട്ട് കൈ തട്ടി മാറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ കൂളായിട്ട് നടക്കുന്നു. അപ്പോൾ ഒരൊറ്റ ആൾക്കാർ അവിടെ ഇല്ല. അപ്പൊ ഞാൻ വേദന കള്ളൻ പറഞ്ഞ ഒച്ചെടുത്ത്, എനിക്കെന്ത് പറഞ്ഞു, പിടിച്ചു കള്ളനാണ്, പിടിച്ചു പറഞ്ഞാൽ ഒച്ചെടുത്തപ്പോൾ ഇയാൾ ഓടി. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എക്സ്പ്ലെയിനറിന്റെ ഫ്രണ്ടിൽ കുറച്ച് പെൺകുട്ടികൾ നിൽപ്പുണ്ട്. അപ്പൊ സ്റ്റോപ്പാണല്ലോ, പക്ഷെ സ്റ്റോപ്പിൽ നിന്നതല്ല, കുറച്ചുകൂടി നീങ്ങായിട്ടാണ് നിൽക്കുന്നത്. അപ്പോ ഞാൻ ഓടുന്നുണ്ട്, അവര് നോക്കുന്നുണ്ട്. ഞാനും പുറകെ ഓടി, ഇയാളുടെ പുറകെ ഓടി. ഒരു കാറ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ കാറുകാരൻ ഇങ്ങനെ ഓടണം എന്താണ് ഒച്ചയോടെ അയാൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു കള്ളനാണ്, വിടല്ലേ പിടിച്ചോട്ടാന്ന് പറഞ്ഞു. ആള് വിടല്ലേ എന്ന് പറഞ്ഞു. കാറുകാരൻ പുറകെ പോയി. അപ്പൊ ഇയാൾ എക്സ്പ്ലെയിനറിന്റെ ഉള്ളിലേക്ക് ഓടിക്കേറി. അപ്പൊ ആ പെൺകുട്ടികൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇയാൾ കള്ളനാണ്, വിടല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആൺകുട്ടികൾ ഇയാളുടെ പുറകെ ഓടി. അങ്ങനെ അവരാണ് ആദ്യം പിടിച്ചത്.